ഹലോ, അസ്സലാമലൈക്കും. അപ്പോൾ ഒരു പുതിയൊരു ലോങ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതെന്താന്ന് പറഞ്ഞാൽ നമ്മൾ കുറേ ആയി പ്ലാൻ ആക്കണം ഫാമിലി ആയിട്ട് ഇടങ്ങ് പോകാന്ന്. നമ്മൾ പറഞ്ഞാല് ഉമ്മ, കാക്കു, ഞാനും, മിതു, സെലി, സെമി, അളിയാക്കന്മാരും കുട്ടികള് ഓരോ പെരുന്നാൾ കഴിയുമ്പോഴും പറയും ഇത് കഴിഞ്ഞിട്ട് പോകാന്ന്. അങ്ങനെ ഇന്നാണ് അത് നടക്കുന്നത്. അപ്പൊ നമ്മൾ എവിടെ പോന്നേന്ന് പറഞ്ഞിട്ടില്ലല്ലേ. മെയിൻ എയിം നമുക്ക് ബീച്ച് പോണം, അതന്നെ ഉള്ളൂ. സോ നമ്മൾ കണ്ണൂർക്കാണ് പോണത്. രാവിലെ ഇടനെല്ലാം പോയിട്ട് വൈകുന്നേരം നേരത്ത് ബീച്ച് എത്തണമല്ലോ. നമ്മള് 2 വണ്ടിയായിട്ടാണ് പോന്നത്. ചൂടും വെയിലും ഒക്കെ അല്ലേ, കുട്ടികളെല്ലാം ആയിട്ട് കഷ്ടമാവും പറഞ്ഞിട്ട് 2 വണ്ടിയായിട്ടാണ് പോണത്. സെമിയോ അളിയാക്കിയോ ഓരോടുന്ന് പേട്ടയിൽ വന്ന് നിന്നിട്ടുണ്ടാവും. എന്നിട്ട് ഈ വണ്ടിയിൽ കയറിയിട്ട് അങ്ങനെ നമ്മൾ പോകുന്നത്. കുട്ടികളെല്ലാം ഈ വണ്ടിക്ക് വിളിക്കുമ്പോ വരുന്നേ ഇല്ല, എല്ലാവർക്കും ആറ്റാന്റെ വണ്ടി മതി. അങ്ങനെ ഇതാ സെമിന്റെ ഒരു പേട്ടയ്ക്ക് എത്തിയിട്ടുണ്ടായി. ഇത്താത്തമാരെല്ലാം റെഡി ആയിന്. അങ്ങനെ നമ്മളെ വണ്ടിയിൽ ചെറിയ ആളും വലിയ ആളും മാത്രം ഉണ്ടായി. എന്നിട്ട് നമ്മള് നേരെ അങ്ങനെ നാസ്റ്റാക്കാൻ പോയി. നമ്മള് പോയിട്ടേ ഇല്ല കേട്ടോ. ഇങ്ങനെ എന്റെ കല്യാണത്തിന് മുന്നേ പോയിന്. അപ്പാണെങ്കിൽ മിതു ഉണ്ടായിട്ടില്ല. ഇപ്പൊ മിതും വന്നിട്ട് നമ്മൾ ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനെ എല്ലാരും കൂടിയിട്ട് പോകുന്നത്. എവിടെ പോണ നമ്മള്? ഫസ്റ്റ് പുച്ഛം ഫ്രം ഇതു, സെക്കൻഡ് പുച്ഛം ഫ്രം അളിയാക്ക. അപ്പൊ ഇതിനോടും അളിയാക്കാനോടും ആരും ഉണ്ടണ്ട കേട്ടോ. പിന്നെ ഇതാ നാസ്റ്റക്കുള്ള സാധനങ്ങൾ വന്ന്. നാസ്റ്റക്ക് എന്തൊക്കെയായിരുന്നു? പൊറോട്ട ഉണ്ടായി, കൂന്തൾ മസാല, പത്തല്, പൂരി, കടലക്കറി, ബാജിക്കറി, അങ്ങനെ എന്തൊക്കെയോ ഉണ്ടായി. എല്ലാം നല്ല രസം ഉണ്ടായിനി. പിന്നെ എല്ലാരും ചായയും കാപ്പിയൊക്കെ മേടിച്ചിട്ടുണ്ടായിനി. ഇവിടെ മിഥിലാജ് കാക്കും ചെറമോളുണ്ട്. പിന്നെ അവിടെ പോകുന്ന ബൈക്ക് ചുരത്തിലൊരു ബസ് കത്തിപ്പിടിച്ചിന്. ദുവക്കും ആദുക്കും ഞാൻ അത് വ്ളോഗ് എടുക്കായിട്ട് കാക്കുനെ കൊണ്ട് സ്ലോ ആക്കിച്ചിട്ടൊക്കെ ഒരു പറയുന്നുണ്ട്. ഞാൻ ഇങ്ങനെ ഓർക്കായിരുന്നു, കൊറേ കാലം കഴിയുമ്പോ നമുക്ക് ഇതൊക്കെ എടുത്ത് ഇങ്ങനെ നോക്കാല്ലേ. നമ്മള് ഇങ്ങനെ ഉണ്ടായി, നമ്മളിങ്ങനെ പോയിട്ടുണ്ടായി, കുട്ടികളെല്ലാം വലുതായിട്ട് ഒരു ചെറുതിൽ എങ്ങനെ ഉണ്ടായി എല്ലാം കാണാൻ പറ്റുമല്ലേ. അതെല്ലാം ഓർക്കുമ്പോ ഇങ്ങനെ വീഡിയോ ആക്കാനും ഇടാനൊക്കെ ഒരു ഇഷ്ടമാണ്. സ്റ്റോറി പറയുന്നതിന്റെ ഇടയിൽ മാച്ച് ഇല്ലാത്തൊരു ഒച്ച വന്നല്ലേ. കുറച്ചേരം ഇങ്ങനെ വണ്ടി സൈഡാക്കിട്ട് എല്ലാവരും നിന്നിട്ടുണ്ട്. ഈ മിഥിലാജ് കാക്കാണെങ്കിലോ വടി പൊട്ടിച്ചിട്ട് എന്നെ അടിക്കുന്നുണ്ട്. ബാ വന്ന് വണ്ടി കേറി പറഞ്ഞിട്ട്. ഞാനിങ്ങനെ വീഡിയോ എടുക്കണ കണ്ടിട്ട് ബബാച്ചു ഓളെ ഫോണിൽ എന്റെ വീഡിയോ എടുക്കുന്നുണ്ട്. പെർക്കന്നെ പോന്നെ, നിങ്ങൾ ഫോൺ നോക്കുന്നേലേ? നമ്മള് ഫസ്റ്റ് പോയത് പൈസി ഡാം ഗാർഡൻ നോക്കാനാണ്. അത് നമ്മൾ എത്തുമ്പോ ഒരു 11 മണിയെല്ലാം ആയിട്ടുണ്ടായി. ഇവിടെ നമ്മള് കൊറേ മുന്നേ വന്നിന് കേട്ടോ. ഇപ്പൊ കൊറേ ആയി വരാണ്ട്. നമ്മൾ ഇവിടെ മെയിൻ വരുന്നൊരു എയിം ഉണ്ട്. നിനക്ക് എന്താ കാണിച്ചു തരാം. കുട്ടികൾക്കെല്ലാം കളിക്കാൻ വേണ്ടിട്ട് കൊറേ ഉണ്ട്. നമ്മൾ കേറിയതു കുട്ടികളെല്ലാം പിടിച്ചിട്ട് ഏതിലെങ്കിലും ഒന്നില് കളിപ്പിക്കാനിട്ടിട്ട് നമ്മളെ മെയിൻ സ്ഥലത്ത് പോവാറിട്ട് ഓരോതാ ഈ ബലൂണിന്റെ ഒരു വലിയ ബലൂണിന്റെ ഉള്ളിൽ ഇട്ടിട്ടുണ്ടായിനി. അപ്പൊ ഞാൻ പറഞ്ഞ സാധനം ഇതാണ് കേട്ടോ. നമ്മളിത് ഇങ്ങനെ എണ്ണിയിട്ട് ആട്ടുന്നുണ്ട്. ഇത് നമുക്ക് നല്ല രസം. അത് ഹൈറ്റിലുള്ള അങ്ങനത്തെ ഊനാലാണ്. നമ്മള് മെല്ലെ മെല്ലെ ആട്ടിയിട്ടുള്ളൂ. പിന്നെയാണ് കാക്കും കാക്കാം ഇതുമെല്ലാം വന്നത്. ഓര് വന്ന പിന്നെ പോവല് അങ്ങ് വരെ പോകുന്നുണ്ടായി. എനിക്ക് കുറച്ചെല്ലാം പോയപ്പോ പേടിയായി. നമ്മൾ ഇത്ര നേരം എല്ലാടുണ്ടായി. പിന്നെ കാക്ക കേറിയപ്പോ കാക്കും ഇതും ഞാനും കൂടിയിട്ട് കാക്കാൻ അങ്ങ് വരെ ഉന്തി. കാക്ക ഇറങ്ങിയിട്ടതാ ഇന്നും ഉന്തിത്തരാ പറഞ്ഞപ്പത്തിന് സെമി ഓടി വന്നു. നമ്മളെല്ലാം പേടിച്ചിട്ട് ബാണ്ടാ പറയുന്നുണ്ട്. ഓള് അങ്ങ് വരെ പോണുണ്ട്. സെലി ഉണ്ടായിട്ടില്ല. സെമിനെ ഇങ്ങനെ ഉന്തന കണ്ടപ്പോൾ താഴ്ന്ന് ഇങ്ങനെ ഓടിത വരുന്നുണ്ട് ഇങ്ങനെ അതിൽ ഇരിക്കാൻ വേണ്ടിട്ട്. ഞാൻ ഇത്ര ആയിട്ടൊന്നും പോയിട്ടില്ല കേട്ടോ. എനിക്ക് പേടിയായി. പിന്നെ സെലി വന്ന് കുറച്ചാടുമ്പോ കോക്കും പേടിയായി. കാക്കും സെമിയാണ് ഇതിൽ എൻജോയ് ആക്കിയത് കേട്ടോ. ഓർക്ക് അങ്ങ് വരെ പോയിട്ട് പേടിയൊന്നും ഉണ്ടായിട്ടില്ല. നമുക്ക് ഇങ്ങനെ തിരിച്ചു വരുമ്പോ ഇത് മരത്തമ്മ തട്ടും അവിടെ തട്ടും ഇവിടെ തട്ടും എന്നൊക്കെ പേടിയായിരുന്നു. പിന്നെ അവിടെ വന്നിട്ട് ഇതാ കുട്ടികൾ മറ്റേ എയറോപ്ലെയിനിൽ പോണുണ്ട്. നമ്മൾ വിചാരിച്ചു സെറ കരിയായിരിക്കും. സെറ ഉണ്ട് ഇങ്ങനെ ചീറിങ് ആക്കണുണ്ടോള്. നേർക്കുള്ള വഴി ഉണ്ടായിട്ട് ഇതാ മയെല്ലാം പെയ്തിട്ട് ജാറുന്ന ആ മരക്കഷ്ണത്തിന്റെ മേലെ കൂടെ ബാല്യകാലം എൻജോയ് ആക്കുന്നുണ്ട് നമ്മളെ കാക്കു.
എല്ലാ ട്രിപ്പ് പോകുമ്പോഴും ഇങ്ങനെ ഒരാളുണ്ടാവും അല്ലെ, അത് നമ്മൾ അളിയാക്കാണ്. നടന്ന് ഫോൺ വാക്കുറഞ്ഞോണ്ടുണ്ടായിനി. ഉമ്മ ആ തൊട്ടിൽ എടുക്കാത്ത കൊണ്ട് ഉമ്മാനെ കൊടുന്നിട്ട് ഈ തൊട്ടിലിരുത്തി. അപ്പൊ തന്നെ സെമി പിന്നെയും കയറി ഇതില്. ഇത് നല്ല രസമുണ്ടായി, ഭയങ്കര ചൂടായിരുന്നു അവിടെ. ഇതില് ചെറുതാണെങ്കിലും ഇങ്ങനെ തിരിച്ചു വരുമ്പോ നല്ല കാറ്റ് കിട്ടുന്നുണ്ട്. ഇനി ഊനാലയിൽ ഇതാ എണ്ണം കൂടിയോണ്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതാ കാക്കും ഇതും കാക്കയും ഇരുന്നിട്ടുണ്ട്. ഇനി അത് നല്ല ചൂടായിരുന്നു അല്ലെ, ഇതിൽ നല്ല കാറ്റുണ്ട് പറഞ്ഞിട്ട് ഒരെല്ലാം പിടിച്ചിരുത്തിയതാണ്. ഇവിടെ അതും ദുവാ ഇതുമല്ല നിരാശ കാമുകന്മാരായിട്ട് ഇരിക്കുന്നുണ്ട്. എന്താ പറഞ്ഞാലും ഒരിക്കൽ ഈ സ്വിമ്മിംഗ് പൂളിൽ പോണത്ര, അതിൽ ഇന്നും വള്ളയെ നിറച്ചിട്ടുണ്ടായിട്ടില്ല. പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മളത് അങ്ങനെ പോകുന്നുണ്ട്. പോകുന്ന വഴിക്ക് ഉമ്മ മുന്തിരി എല്ലാം കൊടുത്തിട്ടുണ്ട്. അതെല്ലാം തിന്ന് പോകുമ്പോ അവിടെ റോഡ് സൈഡിൽ പറങ്കിമാങ്ങന്റെ മരം കണ്ട്. പിന്നെ പറങ്കിമാങ്ങ ഉമ്മാക്ക് ഇഷ്ടമാണ്. അത് കണ്ടപ്പോ റോഡ് സൈഡിൽ കാക്കു ഇറങ്ങിയിട്ട് അത് പറിക്കാൻ നിന്ന്. എല്ലാം മേലായിരുന്നു ഉണ്ടായിന്. കാക്കു ഓടുന്ന ഒരു ബടി ഒപ്പിച്ചിട്ട് അത് പറിച്ചിട്ട് ഉമ്മാക്ക് കൊടുത്ത്. നമ്മൾ പോയത് വെള്ളിയാഴ്ച ആയിരുന്നു. അപ്പൊ ജുമാ നേരമായപ്പോ ഓരെല്ലാം നിസ്കരിക്കാൻ പോയി. അവിടെ പെണ്ണുങ്ങൾക്കുള്ള നിസ്കാര സൗകര്യം ഉണ്ടായിട്ടില്ല. അപ്പൊ അതിന്റെ അടുത്ത് തന്നെ ഒരു ഹോട്ടലിൽ ഇങ്ങനെ കളിക്കണെല്ലാം ഉണ്ടായി. നമ്മൾ കേറിയിട്ട് അവിടെ ഇരുന്ന് നിസ്കാരം കഴിയുന്നതും കള്ളന്മാര് മൂന്നാള് വേഗം ഓടി വന്നിനി. കാക്കും എല്ലാം വന്നിട്ടുള്ളൂ. അങ്ങനെ നമ്മൾ നെക്സ്റ്റ് അവിടെ ഒരു ഫ്രൂട്ട് ഐസിന്റെ കണ്ടപ്പോ അവിടെ പോയി. നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇങ്ങനെ റീൽസ് കാണുന്നുണ്ടായിനി. ഇവിടെ വന്നിട്ടാണ് റബ്ബേ ഓരോരുത്തരും ഓരോന്നിരുന്നു. ഇപ്പൊ ഞാൻ ഒന്ന് എടുത്തിട്ട് ഒരു ടേസ്റ്റ് ആക്കാൻ വേണ്ടി ഒരാൾക്ക് കൊടുത്താൽ അവർക്ക് അത് ഇഷ്ടാവും. പിന്നെ പോയിട്ട് അത് മേടിക്കൂ. അങ്ങനെ നമ്മൾ എന്തെല്ലാം ഫ്ലേവർ തിന്നേ അറിയില്ല. ചക്ക, മാങ്ങ, സപ്പോട്ട, റെഡ് വെൽവെറ്റ്, കേക്ക്, എന്തെല്ലോ ഉണ്ടായിനി. എല്ലാം ഓരോന്നിനെക്കാട്ടിലും ഓരോന്ന് അടിപൊളിയായിരുന്നു. എല്ലാ തരം ഫ്രൂട്ടിന്റെ ഐസും എല്ലാം ഉണ്ടായിനി. തുറക്കാനോ ഇവില്ല അപ്പത്തിന്. കുനാഫ പിസ്താഷ്യോ ഐസ്ക്രീം ഉണ്ടായി, അതും നല്ല രസമുണ്ട്. അതും എല്ലാവരും മേടിച്ചിട്ട് തിന്നുണ്ടായി. നമ്മൾ ഇറങ്ങാൻ നിൽക്കുമ്പോ ലാസ്റ്റ് മൊമെന്റ് സൂപ്പർ സ്റ്റാർ ആയതാണ് ഈ ബൗണ്ടിന്റെ ഒരു ഐസ്ക്രീം. ഇത് ഇഷ്ടമായി. പിന്നെ പുറത്തിറങ്ങിയിട്ട് അതും മേടിച്ച്. നമുക്ക് ഷോക്ക് ആയത് പുറത്തിറങ്ങിയിട്ട് ബില്ല് നോക്കുമ്പോ ഐസ്ക്രീമിന് മാത്രം 1500 റുപ്യ ആയിട്ടുണ്ട്. ഇനി പക്ഷെ വെർത്താണ് കേട്ടോ. എല്ലാവർക്കും വേണ്ടതെല്ലാം തിന്നിട്ടുണ്ട്. ഇനി അത് കഴിഞ്ഞ് പോന്ന ബൈക്ക് ഒരു കരിക്കിന്റെ പീടിയുണ്ട് എന്ന് കാക്കാക്ക് അറിയുന്ന സ്ഥലമാണ്. നല്ല രസമുണ്ടായി കേട്ടോ. എന്തൊരു റിഫ്രഷിംഗ് ആയിരുന്നു. എല്ലാവരും അത് ഓരോരോ ഗ്ലാസ് കുടിച്ച്. അതിന്റെ മുന്നിൽ ഒരു പെരക്ക് മാങ്ങ വീണിട്ടുണ്ട്. ഉമ്മാക്ക് ഇങ്ങനത്തെ മാങ്ങ, ചക്ക അങ്ങനത്തെ എല്ലാം മതി. നെക്സ്റ്റ് നമ്മൾ പോയത് അറയ്ക്കൽ മ്യൂസിയംക്കാണ്. ഇതുവരെ നമ്മളിവിടെ പോയിട്ടേ ഉണ്ടായിട്ടില്ല. കേട്ടിന് കുറെ വട്ടോ. അങ്ങനെ അവിടെ കേറിയിട്ട് മറ്റേ രാജാക്കന്മാർ യൂസ് ആക്കിയ സാധനങ്ങൾ ഓരോ പെരയും അതും ഇതെല്ലാം നോക്കി. ഇവിടെ സെറയും സെറന്റെ കെയർ ടേക്കറും ഉണ്ട്. മിഡാസ് അത് കഴിഞ്ഞിട്ട് നമ്മൾ ചോറ് കഴിക്കാൻ പോയത് 4 മണിക്കായിരുന്നു. ഓഫ് കോഴ്സ് അത് നമ്മൾ നദിമന്തിക്കാണ് പോയത്. അവിടെ പോയാൽ പിന്നെ അറിയാലോ, ഒരു മണിക്കൂർ 1.5 മണിക്കൂർ വെയിറ്റ് ആക്കിയിട്ട് തന്നെ നിക്കണോ. പക്ഷെ വേർത്താണ് അവിടെ പോണത് കേട്ടോ. നമ്മൾ കുറച്ചേരം ഇങ്ങനെ ഇരുന്ന്, കുറച്ചേരം സീറ്റ് കിട്ടാണ്ട് പുറത്തിരുന്ന്, പിന്നെ ഉള്ളിൽ വന്നിട്ട് ഇരുന്ന്. മന്തി വരുന്ന മുന്നേ നമുക്ക് ടച്ചപ്പ് എല്ലാം കൊടുന്ന് വെച്ചിട്ടുണ്ട്. ഇനി അങ്ങനെ നമ്മളെ ഫുഡ് വന്ന് ഇതൊരു ടൈപ്പ് ഓഫ് അറബിക് റൈസ് ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായത്. പിന്നെ ഞാൻ ഒരു അഫ്ഗാനി ചിക്കൻ അതെന്തോന്ന് പറഞ്ഞിട്ടുണ്ടായി. എല്ലാം നല്ല രസമുണ്ട്. അൺലിമിറ്റഡ് റൈസും എല്ലാം നല്ല ഫില്ലിംഗ് ആണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇനി മന്തി എല്ലാം കഴിച്ച് പുറത്തിറങ്ങിയപ്പോ ഒരു നല്ല മഴ വന്ന് പോയിനി. പക്ഷെ ഇനിയും വരുന്ന പോലെ ഉണ്ട്. ഇനി നമ്മളെ അടുത്ത ഡെസ്റ്റിനേഷൻ നമ്മളെ മെയിൻ എയിമായ ബീച്ചിക്കായിരുന്നു. നമുക്ക് പക്ഷെ എല്ലാവർക്കും ടെൻഷൻ ആയിരുന്നു, ഇങ്ങനെ മയം വന്നാൽ എങ്ങനെ നമ്മള് ബീച്ചിൽ കളിക്കാന്നെല്ലാം പറഞ്ഞിട്ട്. എന്തായാലും കളിക്കണം പറഞ്ഞിട്ടാ വന്നേ പറഞ്ഞിട്ട് ഞാനും ആദ്യമൊക്കെ ഫസ്റ്റ് സൈഡിക്ക് വന്ന്. പിന്നെ ഇങ്ങനെ ഓരോരുത്തർ വരുന്നുണ്ട്. ഞാൻ ഇങ്ങനെ വീഡിയോ എടുക്കണ കണ്ടപ്പോ ഏതോ ഒരു കാക്ക പോസ് ആക്കിയിട്ട് പോയിനി. പിന്നെ അതാ മിഥുൻ ദൂരം വന്ന്.
മാഷാ അല്ലാ, നമ്മൾ എത്തിയപ്പാടെ മയവും പോയി വെയിലും പോയി, നല്ലൊരു വൈബായിരുന്നു. നല്ല സൺസെറ്റും കണ്ട് നല്ല രസമുണ്ടായിനി. ഇത് കുട്ടികളെല്ലാം ഫസ്റ്റ് കളിക്കാൻ കയറി. പിന്നെ നമ്മളിങ്ങനെ ഓരോരുത്തരായിട്ട് മെല്ലെ മെല്ലെ നനച്ചുകൊണ്ടുണ്ട് കാലും കയ്യല്ലോ. എന്താ എങ്ങനെയുണ്ട്? എന്താ പറയുന്നത്? നീ എന്ത് പറയുന്നേ? നല്ലണ്ടാ? ഇപ്പൊ എന്ത് പറയുന്നേ? അങ്ങനെ ബീച്ചിലെല്ലാം എല്ലാരും നല്ല കളിച്ചിട്ട് നമ്മള് തുണിയെല്ലാം മാറ്റിയിട്ട് ഒരു ചായ കുടിക്കാൻ വേണ്ടി പോയി. അവിടെ നിന്ന് കല്ലുമ്മക്കായും കായ് പൊരിച്ചതും ഉള്ളിവടയും ചായ എല്ലാരും കുടിച്ച്. തുണിയെല്ലാം മാറ്റിനെങ്കിലും മേത്ത് നിറച്ചു മണലുണ്ടായിന്. അങ്ങനെ നമ്മള് ചായ എല്ലാം കുടിച്ചിട്ട് നമ്മള് റിട്ടേൺ പോകാൻ വേണ്ടിട്ട് തിരിച്ച്. നല്ല രസം ഉണ്ടായിട്ട് എന്തായാലും ട്രിപ്പ്. പിന്നെ നമ്മളെ ഇരുട്ടിയെല്ലാം എത്തിയപ്പോ നാസ്ത എന്തെങ്കിലും ആക്കാ പറഞ്ഞിട്ട് ഇറങ്ങി. ഉമ്മയും കുട്ടികളെല്ലാം ഒന്നും മാണ്ടാ പറഞ്ഞിട്ട് കടന്നിനി. നമുക്കും മാണ്ടായിരുന്നു, വെറുതെ പീടിയയിൽ കയറി ഇരിക്കാ പറഞ്ഞിട്ട് നമ്മളെല്ലാം നീച്ചിനി. ബീച്ചിലെല്ലാം കളിച്ചിട്ട് ചെറിയ ചെറിയ കുരുവൊക്കെ വന്നിനി. എല്ലാവർക്കും ബീച്ചിൽ കളിച്ച് സുസ്തായിട്ട് സെമി ഒരു സൈഡായിന്, സെലി ഒരു സൈഡായിന്. മുണ്ടാതെ കാറിൽ കടന്നാ മതി, പീടിയ കണ്ടപ്പോ നീച്ച് വന്നിരിക്കുന്നുണ്ട്. പിന്നെ അങ്ങനെ ഒരു പത്തല് ബീഫ് മിക്സ് വാങ്ങിനി. കാക്കു വളിയാക്കിയെല്ലാം പത്തലും ബീഫ് ഫ്രൈ ഒക്കെ മേടിച്ചിട്ടുണ്ടായി. അപ്പൊ എന്തായാലും മാഷാ അല്ലാ നമ്മളെ ട്രിപ്പ് നല്ല ഉണ്ടായിനി. എല്ലാവരും സേഫ് ആയിട്ട് പെരക്കും എത്തി, അൽഹംദുലില്ലാ. അപ്പോ ഇത്രയേ ഉള്ളൂ. നമ്മള് ലോങ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ്, ലൈക്കും ഷെയറും കമന്റും ഒക്കെ ആക്കുക. അപ്പൊ ഇൻഷാ അല്ലാ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് നാളെ കാണാം. ബൈ.